കുടിക്കാൻ മാത്രമല്ല നരച്ചുമുടി കറുപ്പിക്കാനും ചായയ്ക്കും കാപ്പിക്കും കഴിയും കേട്ടോ. തലമുടി നരയ്ക്കുന്നത് അങ്ങനെ തന്നെ നിലനിർത്തുന്നവരും അത് കറുപ്പിക്കുന്നവരും പല നിറം നൽകുന്നവരും ഒക്കെ നമുക്കിടയിലുണ്ടല്ലേ. മുടി വെളുക്കുന്നത് അതേപടി നിലനിർത്തുന്നതും അതിന് നിറം കൊടുക്കുന്നതും ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. എന്നാൽ മുടിക്ക് നിറം കൊടുക്കാൻ തീരുമാനിക്കുന്നവർക്കറിയാം അത് എത്രയും മെനക്കെട്ട പരിപാടിയാണെന്ന്. പ്രകൃതിദത്തം എന്നൊക്കെ പറഞ്ഞിറക്കുന്ന പല ഡൈകൾ പോലും മുടി കൊഴിച്ചിലിനും മുടി നേർത്തു വരുന്നതിനും കാരണമാകുന്നുണ്ട്. ചില നിറങ്ങളൊക്കെ പുരട്ടി കഴിഞ്ഞാൽ നെറ്റി കയറലും പലതരം അലർജി വരെയും എത്തിക്കുന്നു. കട്ടൻ ചായയും കടും കാപ്പിയും കൊണ്ട് തല കഴുകിയാൽ മുടിയുടെ ഫോളിക്കിളുകളെ ഉത്തേജിപ്പിച്ച് തലമുടിയുടെ വളർച്ച വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് പല പഠനങ്ങളും പറയുന്നു. ഇതുകൂടാതെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിയുടെ തിളക്കം കൂട്ടാനും ഇവ സഹായിക്കും കേട്ടോ. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് മുടിയിൽ ഷാമ്പു ചെയ്യുന്നതിനോടൊപ്പം കട്ടൻ ചായയും കടും കാപ്പിയും ചേർക്കുന്നത് ട്രെൻഡിങ് ആയി മാറുന്നത്. എന്നിരുന്നാലും തലയിലേക്ക് ചായയും കാപ്പിയും ഒക്കെ എടുത്ത് കമിഴ്ത്തുന്നതിന് മുൻപ് ഒരു ഭാഗത്ത് കുറച്ച് പുരട്ടി നോക്കി അലർജിയൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് മറക്കരുത്. കാപ്പി കൊണ്ട് തല കഴുകുന്നത് തലയിലേക്കുള്ള രക്തചംക്രമണം കൂടുമെന്നും മുടിയിഴകളെ ബലപ്പെടുത്താൻ സഹായിക്കുമെന്നും പല പഠനങ്ങളും പറയുന്നു. ഇവ രണ്ടിൻ്റെ അതായത് കാപ്പിയുടെയും ചായയുടെയും കറ കൊണ്ട് മുടിയിഴകൾക്ക് സ്വാഭാവികമായ നിറമാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത്. ഒറ്റ വാഷിൽ അത്ഭുതകരമായ മാറ്റമൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. തുടർച്ചയായുള്ള ഉപയോഗം കൊണ്ട് മാത്രമേ ഇതിന് നമുക്ക് നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ബാക്കി ഹെയർ റിലേറ്റഡ് ടിപ്സ് അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ.